പണ്ട് കെ നായനാർ പറഞ്ഞ പോലെ പട്ടിണിയും വിവരക്കേടുമാണ് പാർട്ടിയുടെ നിലനിൽപ്പെന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മതജാതി സംഘടനകളുടെയും അടിസ്ഥാനം അതാണ്. അവരവരെ അണികളെ പട്ടിണിയും വിവരക്കേടും മാറാതെ കൊണ്ടു നടക്കണം, എങ്കിലാണ് കൊടി പിടിക്കാനും ജയ് വിളിക്കാനും ആളെ കൂടുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയ പൊല്യൂഷൻ ശരിക്കും പൊളിറ്റിക്കൽ പൊല്യൂഷനാണ്. ശബ്ദ മലിനീകരണം, വായു മലിനീകരണം കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പരിഹരിക്കാം. പക്ഷേ പൊളിറ്റിക്കൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മൈൻഡ്, അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്ന് പറഞ്ഞാൽ 500 കോടി വരെ നമുക്കൊരു മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ ഇന്ത്യയിലെ ഓരോ പൗരനും കപ്പാസിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഉദ്യം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ MSME രജിസ്ട്രേഷൻ. നമുക്ക് എവിടെയാണ് ചെയ്യേണ്ടത്? അത് ഓൺലൈനിൽ നമുക്ക് പോർട്ടലിൽ ഫ്രീ ആണ്, എല്ലാവർക്കും ചെയ്യാം. ഒരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയം പോലും വേണ്ട. നമുക്കൊരു എൻ്റർപ്രണറായിട്ട് നമുക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. ഒരു ലോൺ എടുക്കണമെങ്കിൽ ഇതെല്ലാം വേണ്ടേ? GST ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്കൊരു ലോൺ കിട്ടുള്ളൂ ബാങ്കിൽ. എല്ലാം GST കൂടെ നമുക്ക് സിവിൽ സ്കോർ മിനിമം 750 ഉണ്ടെങ്കിൽ മാത്രം ആണ് ലോണിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് തിരിച്ചടയ്ക്കാതെ ബാങ്കുകാർ, അതായത് നമ്മൾ പറയാറില്ലേ മുമ്പ് ചെയ്തു വെച്ചവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളത് അനുഭവിക്കണമെന്ന്. അപ്പോൾ മുമ്പ് ഒത്തിരി ആളുകൾ അങ്ങനെ ഇതെല്ലാം ബാങ്ക് ലോൺ എടുത്ത് മനഃപൂർവ്വമായിട്ട്, ഇപ്പോൾ മകളുടെ കല്യാണം വരുന്നു, വീടൊന്ന് പുതുക്കി പണിയണം, അപ്പോൾ അതിനൊക്കെ ഒരു പ്രൊജക്റ്റൊക്കെ വെച്ചു കാശുണ്ടാക്കി കാശ് മേടിച്ചു, പിന്നെ തിരിച്ചടവ് കൈമടത്തുന്ന ഒരവസ്ഥയുണ്ട്. അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സത്യത്തിൽ നമ്മൾ 50 വർഷം കഴിഞ്ഞ ഒരു രാജ്യം. ഈ വക കാര്യങ്ങളിൽ ഇപ്പോഴും LKG UKG ആണ് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ. ഒന്ന്, പോലീസ് സ്റ്റേഷനും ബാങ്കും സർവ്വസാധാരണ ജനങ്ങൾക്ക് ഒരുപോലെ ഭീതിയാണ്. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നമുക്ക് പലർക്കും ആ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ആ ഒരു സംശയമൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു പ്രത്യേക ഒരു ഗസ്റ്റാണുള്ളത്, മിസ്റ്റർ സുഭാഷ്. ഇദ്ദേഹം ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്, ട്രെയിനറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സാർ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ. സാർ എന്താണ് ശരിക്കും ഇപ്പോൾ സാറ് ചെയ്യുന്നത്? ഞാൻ കസ്റ്റമൈസ്ഡ് ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു മാർക്കറ്റിംഗ് കമ്പനിയുണ്ട്, ദ്വാരക മോളിൽ ഓഫീസുണ്ട്. വെബ് ഡിസൈനിങ് ആണ് അവിടെ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ് പ്രത്യേകിച്ച് പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും നിലവിലുള്ള ആളുകൾക്കും അവരുടെ ബിസിനസ് എക്സ്പ്ലോർ ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധ്യത എങ്ങനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും അവരവരെ നിലയ്ക്ക് കൊണ്ട്, അതിനുള്ള ട്രെയിനിങ്ങാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മെയിനായിട്ട് ഈ പുതിയതായിട്ട് സ്വന്തമായിട്ട് ഈ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയല്ലേ ഇപ്പോൾ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നത്? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോഴ്സസ് ഒക്കെ അല്ലേ? എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്? അതെ, നമുക്കിപ്പോൾ MSME മിനിസ്ട്രി ഉണ്ട്. അതാണിപ്പോൾ കേന്ദ്ര വ്യവസായ വകുപ്പ് എന്ന് പറയുന്നത്. നേരത്തെ SSI യൂണിറ്റ് അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളുണ്ടായിരുന്നു. MSME എന്ന് പറയുമ്പോൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രണേഴ്സ്. അതായത് ചെറിയ, അതായത് ലാർജ് സ്കെയിൽ അല്ലാത്ത ഒരു മീഡിയം ലെവൽ എൻ്റെ താഴെ നിൽക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള. അതെ, അതിനകത്ത് നമുക്ക് 3 ലെവലുണ്ട്. നമുക്ക് MSMEയുടെ സൈറ്റിൽ നമുക്ക് നോക്കിയാൽ അറിയാം, 2020 കൂടിയിട്ട് നല്ല പൂർണ്ണമായ വെബ്സൈറ്റ് നമുക്ക് MSMEയുടെ അവൈലബിൾ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അനുസരിച്ചും ടേൺ ഓവറിനനുസരിച്ചിട്ടാണ് മൈക്രോ സ്മോൾ മീഡിയം 3 ലെവലിൽ. 500 കോടി ടേൺ ഓവർ വരെ ഉള്ളതാണ് MSMEയുടെ അണ്ടറിൽ വരുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ളതിന് മാത്രം മതി മറ്റുള്ള സംവിധാനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം അവർക്ക് വേണ്ട പാക്കേജുകൾ ഓരോ വർഷവും ബഡ്ജറ്റിൽ പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ GDP ഇത്രയും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട സമയത്ത് GDPയുടെ 35% ആണ് MSMEകളുടെ കോൺട്രിബ്യൂഷൻ ഇന്ന് ഇന്ത്യയിൽ. അപ്പം അതുകൊണ്ട് സർവ്വസാധാരണക്കാരനായ ആളുകളുടെ പ്രൊപ്പറേറ്റർഷിപ്പിനെ ഡെവലപ്പ് ചെയ്ത് അവരിലെ അക്കൗണ്ടിലേക്ക്, ബിസിനസ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഫ്ലോ വരുമ്പോഴാണ് GDP അടുത്തത് ഉയരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ഗവൺമെൻറ് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ലിമിറ്റുണ്ട് എത്തിക്കാൻ. അത് നമ്മളെ പോലെയുള്ള ഒരു NGO, ഇന്ത്യസ് ഗ്രോ എന്നുള്ള NGO ഉണ്ട് നമുക്ക്. ആ NGO ത്രൂ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും MSME ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവയർനെസ് പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് വർക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റായിട്ട് ടൈപ്പായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിലെ ടൈപ്പായിട്ടാണ് അത് നമ്മൾ. അതെങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഗവൺമെൻറ്റിനുമായിട്ട് സഹകരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിന് എന്താണ്
അതായത് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളപരി എന്തൊക്കെയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് നിങ്ങളെ അവരൊരു പാർട്ട്ണർ ആക്കുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ്റിന് പ്രൊജക്റ്റുകളുണ്ട്. ഇത് അവയർനെസ് പ്രോഗ്രാംസ്, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അങ്ങനെ ഒത്തിരി പദ്ധതികൾ അവർക്കുണ്ട്. അത് നമ്മളെപ്പോലുള്ള NGO ത്രൂ ആണ് അവർ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ് എങ്ങനെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ അപ്രോച്ച് ചെയ്തു. നമ്മൾ പല പരിപാടികളിലും അവർക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഇപ്പോൾ 5 വർഷത്തോളമായി നമ്മൾ ഈ കേരളത്തിൽ പല പരിപാടിയും നടത്തുന്നു. ഉദാഹരണത്തിന് PM വിശ്വകർമ്മ യോജന, അതിൻ്റെ ലോഞ്ചിങ് പരിപാടിയിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന ആദ്യത്തെ കേരളത്തിലെ വലിയ എക്സിബിഷൻ, അതിൻ്റെയും ബാക്ക് എൻഡ് റിക്രൂട്ട്മെൻറ്റ് സൈഡിൽ നമുക്ക് ഔട്ട്സോഴ്സിംഗ് ആയിട്ട് നമ്മൾക്ക് സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡയറക്ടറേറ്റുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ച് നമ്മൾ റിക്വസ്റ്റ് അനുസരിച്ചിട്ടും, പിന്നെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു നെറ്റ്വർക്ക് നമ്മുടെ NGOയ്ക്ക് സഫീഷ്യൻ്റ് ആണെങ്കിൽ അവർ നമ്മളെ ഏൽപ്പിക്കും. നമുക്കിന്ന് കേരളം മുഴുവൻ ഫാക്കൽറ്റികളും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കോർഡിനേറ്റർമാരെയും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കൃത്യമായ ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാനും റിക്രൂട്ട് ചെയ്യാനും സാധിക്കും. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു 500 കോടിക്ക് താഴെയുള്ളതിനെയാണ് ഈ പറഞ്ഞ MSMEയിൽ. അപ്പോൾ അതിൽ ഈ മൈക്രോ, സ്മോൾ, മീഡിയം, മൈക്രോ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയാണ്? ഈ ടേൺ ഓവർ അല്ലേ പറയുന്നത്? 500, അത് ഒരു വർഷം 500 കോടി രൂപയ്ക്ക് താഴെ ടേൺ ഓവർ വരുന്നതിനെയാണ് MSME എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മൈക്രോ, സ്മോൾ, മീഡിയം എങ്ങനെയാണത്? അത് നമുക്ക് MSMEയുടെ സൈറ്റിൽ നമുക്ക് ആർക്കും ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. എങ്കിലും ഞാൻ പറയാം. അതിൽ മൈക്രോ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവറും 2.5 കോടി വരെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് മൈക്രോ. അപ്പോൾ 0 മുതൽ 2.5 കോടി വരെ 10 കോടി ടേൺ ഓവർ വരെ ആണ് മൈക്രോയിൽ വരുന്നത്. ഓക്കെ. സ്മോളിൽ വരുമ്പോൾ 25 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 100 കോടി ടേൺ ഓവറും, പിന്നെ 125 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 500 കോടി ടേൺ ഓവറുമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള MSMEകളുടെ റേഞ്ച് വരുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളതൊക്കെയാണ് പിന്നെ നമ്മൾ ലാർജ് സ്കെയിൽ എന്ന് പറയുന്നത്. 500 കോടി വരെ നമുക്കൊരു മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ ഇന്ത്യയിലെ ഓരോ പൗരനും കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സിനെ നമ്മൾ ഉപയോഗിക്കുക. മൾട്ടി ടാസ്ക്കാണ് ഇപ്പോഴത്തെ ഒരു രീതി. പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒറ്റ ബുക്കുണ്ടാവുള്ളൂ 1ാം ക്ലാസ്സിൽ. ഇന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എത്ര ബുക്കാണ്? അതേ പ്രായത്തിൽ അതുപോലെ പഠിക്കാനുള്ള മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ പവർ നമുക്ക് ഇന്ന് ആളുകൾക്കുണ്ട്. ആ നിലയ്ക്ക് വളരണം. MSME എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം, സ്മോൾ, മൈക്രോ, സ്മോൾ, മീഡിയം. യെസ്. ഇത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെക്ടേഴ്സാണ്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാനൊരു ട്രേഡിങ് നടത്തുന്നതാണ്. ഇപ്പോൾ ഞാനൊരു സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മാനുഫാക്ചറാണ്. ഞാൻ വേറൊരു മാനുഫാക്ചേഴ്സിൻ്റെ എടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ മാത്രം ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാനൊരു സർവീസ് സെക്ടർ നടത്താണ്. ഇപ്പോൾ ഞാൻ സാറിനെയൊക്കെ പോലെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മീഡിയ സർവീസ് കൊടുക്കുന്ന സർവീസാണ്. ഇതെല്ലാം MSMEയിൽ പെടുന്നതാണോ? അതെ, 3 കാറ്റഗറി ഉണ്ട്. നേരത്തെ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടി മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീട് ട്രേഡും കൂടി വരുത്തി. ഇപ്പോൾ 3 സെക്ടറും നമുക്ക് ഒരുപോലെ MSMEയുടെ അണ്ടറിൽ വരും. ഈ സർവീസസിൽ വരും. 3 സെക്ടേഴ്സും MSMEയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു NIC കോഡ് ഉണ്ട്. നമ്മൾ MSME രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് ഈ സർവീസിൻ്റെ ഈ 3ൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും NIC കോഡുകൾ ജനറേറ്റ് ചെയ്ത് വരിക. ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ, എല്ലാത്തിനും ഒരേ പ്രൊസീജിയേഴ്സ് ആണോ? ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും ഒരു ഓഫീസ് സ്പേസ് എടുക്കുന്ന മുതൽ കമ്പനി രജിസ്ട്രേഷൻ, GST, കുറേ കാര്യങ്ങൾ വേണമല്ലോ. അതെല്ലാം നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എല്ലാത്തിനും ബേസിക് ഒരേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഉദ്യം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ MSME രജിസ്ട്രേഷൻ. അത് എവിടെയാണ് ചെയ്യേണ്ടത്? അത് ഓൺലൈനിൽ നമുക്ക് പോർട്ടലിൽ ഫ്രീ ആണ്, എല്ലാവർക്കും ചെയ്യാം. ഒരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയം പോലും വേണ്ട. നമുക്കൊരു എൻ്റർപ്രണറായിട്ട് നമുക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. നമുക്കെല്ലാം ആധാറുണ്ട്. നമ്മൾ എന്നൊരു ഐഡൻറ്റിറ്റി നമ്മുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഉദ്യം ആധാർ അല്ലെങ്കിൽ MSME രജിസ്ട്രേഷൻ. അത് രജിസ്ട്രേഷൻ മാത്രമാണ്, മറ്റുള്ള ലൈസൻസ് അല്ല. അതിനെ ബേസ് ചെയ്തിട്ട് വേണം ബാക്കി എല്ലാത്തിനും നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ലോണാണെങ്കിലും GST എടുക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഈ ഉദ്യം ആധാർ രജിസ്റ്റർ നമ്പറാണ് പ്രധാനം. അതിലെന്താണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ ഉദ്യം അതിൽ വേണ്ടത് നമ്മളുടെ ഒരു പ്രൊപ്പറേറ്റർ ഒരു പേരുണ്ടാവും, ബിസിനസ് നെയിം. അതായത് നമ്മുടെ പേരാണോ, വ്യക്തിയുടെ പേരാണോ, അതൊരു സ്ഥാപനത്തിന്റെ പേര്? അത് എന്തും ആവാം. അതിപ്പോൾ എനിക്ക് ഒരു ഓൺലൈൻ ചാനൽ ആണെങ്കിലും അതെ ആവാം, അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആണെങ്കിലും ആവാം. ഒരു ബിസിനസ്
പേര്. അത് ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു പേരാണ്, ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു പേര് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് നമ്മുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേര്, അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നീട് അത് വേണ്ടത് നമുക്ക് നമ്മുടെ ആധാർ അഡ്രസ്സ്, പാൻ ഡീറ്റെയിൽസ് വേണം. ഈ പറഞ്ഞ പ്രൊപ്പറേറ്റർ, നിലവിലുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം. ഇത് 3 മതി. പിന്നെ നമുക്ക് വേണ്ടത് ഏത് യൂണിറ്റാണ് നമ്മൾ തുടങ്ങുന്നത്, സർവീസാണോ പ്രൊഡക്ഷനാണോ അതോ ട്രേഡാണോ, അതിൻ്റെ സെലക്ഷനാണ് അടുത്തത്. പിന്നീട് അതിനനുസരിച്ചിട്ടുള്ള NIC കോഡുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയായി. ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യാനുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്താണ്? ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണേ, ഞാൻ ചോദിച്ചു ഇപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തു, പക്ഷേ എനിക്ക് അടുത്ത 1 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ബിസിനസ്സിലോട്ട് ഇറങ്ങണ്ടെങ്കിലും ഇത് അതിനൊരു വാലിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് വാലിഡിറ്റി ഇല്ല. അപ് ടു എൻഡ് ഓഫ് ലൈഫ് നമുക്ക് ഇതിന് മതി. ആധാർ കാർഡ് പോലെ തന്നെയാണ് ഉദ്യം ആധാർ രജിസ്ട്രേഷൻ നമ്പർ. അത് ഒരു ID കിട്ടും. ഒരു ID ഈ ഒരു ബിസിനസ്സിന് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഞാൻ ID കൊടുക്കില്ല. ആ ആധാർ നമ്പറിൻ്റെ ബേസിലാണ് നമുക്ക് ഉദ്യം ആധാർ ജനറേറ്റ് ചെയ്യുന്നത്. ഉദ്യം ആധാർ നമ്പർ ജനറേറ്റ് അനുസരിച്ചിട്ടാണ് പാൻ കാർഡ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കമ്പനി പാൻ കാർഡ്, കമ്പനിക്കോ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി പാൻ കാർഡ്, അത് നമ്മൾ പേഴ്സണൽ പാൻ കാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് 3ഉം ഇൻ്റർ റിലേറ്റഡ് ആണ് എവിടെ ചെന്നാലും. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ പറഞ്ഞ ഇത് കിട്ടി, ഉദ്യം പോർട്ടലിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത ശേഷം ഞാൻ ആ ബിസിനസ് പിന്നെ നടത്തുന്നില്ലെങ്കിൽ ഇത് പിന്നെ ക്യാൻസൽ ചെയ്യണോ? ക്യാൻസൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും കാലത്ത് തുടങ്ങിയാലും മതി. ഈ ID തന്നെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം എനിക്ക് ബിസിനസ്സിലോട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഞാൻ ചോദിച്ചപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു സ്പേസ് വേണം. സർവീസ് ആണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, ഒരു ലാപ്ടോപ്പ് മാത്രം മതി. അതിൻ്റെയൊക്കെ സ്റ്റെപ്പ് പിന്നെ പ്രൊസീജിയേഴ്സ് വരുന്നത് എങ്ങനെയാണ്? നമുക്ക് സ്റ്റോക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കൊമേഴ്സ്യൽ സ്പേസ് വേണം. ബാക്കി എല്ലാ സർവീസുകൾക്കും നമുക്ക് നമ്മുടെ ആധാർ അഡ്രസ്സ് തന്നെ ഉപയോഗിക്കാം. പിന്നെ ലോൺ എടുക്കേണ്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ കമ്പൽസറി ആയിട്ടൊരു കൊമേഴ്സ്യൽ സ്പേസ് കാണിക്കേണ്ടതുണ്ട്. അവരുടെ ബാങ്ക് ഫോർമാലിറ്റിയുടെ ഭാഗമാണ്. ആ സമയത്ത് നമ്മൾ കാണിക്കണം. പിന്നീട് നമ്മൾ പ്രൊജക്റ്റ് അനുസരിച്ചിട്ട് റൺ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ലൈസൻസും മറ്റ് പൊല്യൂഷൻ കൺട്രോൾ ലൈസൻസും, അതിപ്പോൾ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ലൈസൻസ് അംഗീകാരവും നമുക്ക് വേണം. അത് നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗം കൂടിയാണ്. അത് നമുക്ക് ലീഗലായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്, ഒരു പൗരൻ എന്നുള്ള നമുക്ക് കടമയാണ്. നെക്സ്റ്റ് നമുക്ക് GST രജിസ്ട്രേഷൻ, ടാക്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ശീലിക്കണം. കാരണം തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിൽ ഫയലിംഗ് ആയിരിക്കും. കാരണം അതിൻ്റെ ഒരു ശീലം നമ്മളുടെ ബിസിനസ് ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. ലീഗലി നികുതി കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് മാറും. അപ്പോൾ 3 വർഷം വരെ നമുക്ക് MSME എടുത്തു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ഉൾപ്പെടെ പലതിൻ്റെയും സാവകാശം കിട്ടും. ഇപ്പോൾ ഫുഡ് പ്രോസസ്സർ ആണെങ്കിൽ FSSAI യൂണിറ്റ് എടുക്കണം, അതിൻ്റെ ലൈസൻസ് എടുക്കണം. അതുപോലെ പാക്കിംഗ് ലൈസൻസ്, അങ്ങനെ കുറേ ലൈസൻസുകളുണ്ട്. ആ ലൈസൻസുകൾ എടുക്കാൻ MSME രജിസ്ട്രേഷൻ്റെ ഒരു സാവകാശം കിട്ടും. പിന്നീട് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ K-Swift എന്ന് പറയുന്ന പോർട്ടലുണ്ട്. അതിലും നമുക്ക് ഈ ഉദ്യം രജിസ്ട്രേഷൻ ബേസ് തന്നെയാണ് K-Swift. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ക്യാഷ് എല്ലാം റെഡി ആണെങ്കിൽ ആ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഉദ്യം പോർട്ടലൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലോട്ട് പൂർണ്ണമായിട്ടും കിടക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് രണ്ടിനും 2 രീതികൾ എന്തെങ്കിലും ഉണ്ടോ, അതോ എല്ലാം ഒറ്റ ഒന്ന് തന്നെയാണ്? അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ കേരള ഗവൺമെൻറ് ഒരു ഏകജാലക സംവിധാനം ഉണ്ടാക്കിയെന്ന് മാത്രം. കാരണം തദ്ദേശ സ്വയംഭരണം മുതൽ സ്റ്റേറ്റ് ഭരണകൂടം വരെയുള്ള ലിങ്കിൽ, കാരണം ഈ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ തന്നെ പോകണം. ഇത് തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചില ദിവസം തന്നെ ഒരു വണ്ടിക്കാരൻ തന്നെ 3 പ്രാവശ്യം പെറ്റിയടിക്കും. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അതുപോലെ ഗവൺമെൻറ് സംവിധാനത്തിൽ തന്നെ ഉള്ള ഏകജാലക സംവിധാനമാണ് ശരിക്കും K-Swift. അതുകൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് വർക്കൗട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു മാനുഫാക്ചർ ആണെങ്കിൽ എനിക്ക് ആദ്യം ഒരു സ്പേസ് എടുത്തിട്ട് ഞാൻ അവിടെ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെഷീൻസോ അതിനെന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പോൾ എറണാകുളം കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ്റെ ലൈസൻസ് ആദ്യം എടുക്കണം അല്ലേ? കോർപ്പറേഷൻ്റെ ഒരു ലൈസൻസ് എടുക്കണം.
ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് വേറെ അല്ല, അങ്ങനെയല്ലേ? കോർപ്പറേഷൻ ലൈസൻസ് അതിന്റെ കൂട്ടത്തിൽ ഒരു പാക്കേജ് ആയിട്ട് തരും. ഹെൽത്തിന്റെ ലൈസൻസ്, എന്നിട്ട് പൊല്യൂഷന്റെ ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഇതിന്റെ ഇപ്പൊ നമ്മൾ വാടകയ്ക്ക് അടയ്ക്കുന്ന ഇതിന്റെ വാടക കരാറും ആ ബിൽഡിങ്ങിന്റെ ടാക്സ് ആ ബിൽഡിങ്ങിന്റെ നമ്മുടെ വാടക ആ ബിൽഡിങ്ങിന്റെ ഓണർ തരുന്ന ടാക്സ് റെസീറ്റും ഈ പറയുന്ന കോർപ്പറേഷൻ ലൈസൻസ് ഒക്കെ വെച്ചിട്ടാണ് പിന്നെയാണ് GST രജിസ്ട്രേഷൻ വരുന്നത് അല്ലേ? അതെ അതെ, GST രജിസ്ട്രേഷൻ. അപ്പൊ നമുക്കൊരു GST നമ്പറും കൂടിയും കിട്ടി. ഇത് പിന്നെ നമ്മൾ ഈ എല്ലാ മാസവും അല്ലേ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അതെ, എല്ലാ മാസവും 20-ാം തീയതിക്ക് മുമ്പ് അത് സബ്മിറ്റ് ചെയ്യണം. ഒരു മാസം സമയം നമുക്ക് കിട്ടും, അതിന് മുമ്പ് അത് ചെയ്യണം. ഇതെല്ലാം മാനുഫാക്ചേഴ്സിനും ട്രേഡേഴ്സിനുമാണ്. ഇപ്പൊ ഞാനൊരു സർവീസ് നടത്തണം, ഇപ്പൊ ഞാനൊരു ലാപ്ടോപ്പ് മാത്രം വെച്ചിട്ട് നടത്തുന്ന ഒരാൾ എനിക്ക് എന്റെ വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഇപ്പൊ എനിക്ക് എങ്ങനെയാണ് അപ്പൊ ഞാൻ GST എടുക്കേണ്ടത്? ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ആണെങ്കിൽ എനിക്ക് ഒരു ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ, എനിക്കൊരു GST എടുക്കണം, എനിക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ ആധാർ അഡ്രസ്സ് തന്നെ ചെയ്യാം. നമ്മൾ താമസിക്കുന്ന ഇപ്പോൾ വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കുന്ന ആ വാടക വീടിൻ്റെ വാടക ചീട്ടും ഇതും മതി. ഇനി നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഭൂമിയാണ് അവരുടെ പേരിലുള്ളതാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അത് മതി. വാടക കര അടച്ച റെസിപ്റ്റ് മാത്രം മതിയാവും. അപ്പം നമുക്ക് GST അതിൻ്റെ പേരിൽ GST കിട്ടും. അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാടക വീടിൻ്റെ പേരിലാണോ നമുക്ക് GST എടുക്കുന്നത്? അപ്പോൾ ആ വാടക വീട് ഒരു കമേഴ്ഷ്യൽ എന്നുള്ള ഇതിലോട്ട് മാറുമോ? സർവീസ് സെക്ടറിൽ കുറച്ച് ടോളറൻസ് ഉണ്ട്. കമേഴ്ഷ്യലായി മാറിക്കഴിഞ്ഞാൽ അവരുടെ ടാക്സ് ഒക്കെ മാറുമല്ലോ. അതെ, അത് GST സംവിധാനത്തിൻ്റെ ഗൈഡൻസ് കൂടി അനുസരിച്ചിട്ടാണ്, കൺസിഡറേഷനോട് കൂടിയിട്ടാണ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അവരുടെ നേരിട്ടുള്ള എൻക്വയറി ഉണ്ടാവും. വരും. എൻക്വയറീസ് വരുമല്ലോ. വരും. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ GCDയുടെ ഉള്ളിൽ കുറച്ച് കൂടുതൽ എൻക്വയറി വരും. മറ്റൊരു റൂറൽ ഏരിയയിൽ അത്ര ഉണ്ടാവില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കണമെങ്കിൽ ഇതെല്ലാം വേണ്ടേ? GST ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്കൊരു ലോൺ കിട്ടുള്ളൂ ബാങ്കിൽ നിന്ന്. അല്ല, GST കൂടെ നമുക്ക് സിവിൽ സ്കോർ മിനിമം 750 ഉണ്ടെങ്കിൽ മാത്രം ആണ് ലോണിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇതെല്ലാം റെഡിയാക്കും, അവസാനത്തെ മൊമെൻറ്റിലാണ് നമ്മൾ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി എടുത്ത പണിയും സമയവും എല്ലാം നമുക്ക് നഷ്ടവും നിരാശയാവും. ഈ സിവിൽ സ്കോർ ശരിക്ക് നല്ലത് വേണമെങ്കിൽ എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? അതായത് ഇപ്പം എൻ്റെ ഒരു സംശയം, പല ആൾക്കാർക്ക് ഒരു സംശയം പോലെ, നമ്മൾ ലോൺ ഒന്നും എടുക്കാതിരിക്കുന്ന ആളുകൾക്കാണോ അതോ ലോൺ എപ്പോഴും എടുത്ത് ആ ലോൺ പ്രോപ്പർലി തിരിച്ചടയ്ക്കുന്ന ആൾക്കാണോ? ആർക്കാണ് സിവിൽ സ്കോർ കൂടുതലുണ്ടാവുന്നത്? എപ്പോഴും ലോൺ എടുത്ത് തിരിച്ചടയ്ക്കുന്ന, അതായത് സാമ്പത്തിക സംവിധാനം ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, അതിൻ്റെ സ്ട്രാറ്റജിയും അതിൻ്റെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിൽ നമ്മുടെ മിടുക്കാണ് സിവിൽ സ്കോർ. അപ്പോൾ ലോൺ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇല്ല, ഡെഡായിരുന്നാൽ നമുക്ക് സിവിൽ സ്കോർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 800-900 ആളുകളുണ്ട്, അവരൊക്കെ സ്ഥിരം ബാങ്കുമായിട്ട് ഡീൽ ചെയ്തു, എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നത് അതെല്ലാം നോക്കിയിട്ട് അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടാണ് ശരിക്കും. അപ്പോൾ ലോണ് എടുക്കാതിരുന്നുകൊണ്ട് സിവിൽ സ്കോർ കൂടണമെന്നൊന്നുമില്ല. നമ്മൾ ലോൺ എടുക്കും വേണം, തിരിച്ച് പ്രോപ്പർലി അടയ്ക്കും വേണം. അങ്ങനെയുള്ളവർക്കാണ് സിവിൽ സ്കോർ. പണം കൊണ്ട് പണം ഉണ്ടാക്കലാണ് ബിസിനസ്. അതിൽ നമുക്ക് എത്ര കഴിവുണ്ട് അത് അളക്കുന്നതാണ് സിവിൽ സ്കോർ. അങ്ങനെയുള്ളവർക്കാണ് ലോൺ കൊടുക്കേണ്ടത്. നല്ല സിവിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കുകാർ വിളിച്ച് ഇങ്ങോട്ട് വരും. ഈ മുദ്ര ലോൺ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ നമ്മുടെ ഈ മോദി ഗവൺമെന്റ് വന്ന ശേഷം തുടങ്ങിയ ഒരു ഇതാണല്ലോ. എനിക്ക് തോന്നുന്നു 10 ലക്ഷം ആണ് നിങ്ങളുടെ പ്രൊജക്റ്റെങ്കിൽ അതിലെ 70% അല്ലെ, ഒരു 10 ലക്ഷം പ്രൊജക്റ്റിൽ 7 ലക്ഷം വരെ തരും. അങ്ങനെയാണ് ആ മുദ്ര ലോൺ ഇപ്പോഴും പ്രോപ്പർ. അതിന്റെ കുറിച്ചുള്ള പരാതികൾ കേൾക്കുന്നത് തുടക്കകാലത്ത് മുദ്ര ലോൺ ഒരുപാട് കൊടുത്തിരുന്നു. ഇപ്പൊ ബാങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ 8 പേരും റിജക്റ്റ് ആവാണ്. എന്താണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് മുദ്ര ലോൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണത്? മുദ്ര ലോൺ സത്യത്തിൽ നമുക്ക് വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടത്ത് ബാങ്കുകളെ സമീപിക്കുമ്പോഴും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അതിനൊരു ക്ലിയറൻസ് ആയിരുന്നു. തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല അധികം ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആളുകളാണ് ആപ്ലിക്കേഷൻ വരുന്നത്. ബാങ്കുകളുടെ കോട്ട ഉണ്ടാവും ഓരോ മാസവും, അത് തന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തുടക്കത്തിൽ എല്ലാവരും കിട്ടിയിരുന്നു. പിന്നെ ജനങ്ങളുടെ ഒരു ഐഡിയൽ അധികവും ഇതെല്ലാം ഒരു അവകാശമായിട്ടാണ്. ഗവൺമെൻറ് ഞങ്ങൾക്ക് കാശ് തരണം ഫ്രീ ആയിട്ട്, ഞങ്ങളെല്ലാം പൗരന്മാരാണ്, അങ്ങനെ അത് തിരിച്ചടയ്ക്കണ്ട എന്നുള്ളതും മിഥ്യാധാരണ. പിന്നെ ഈ പൊളിറ്റിക്കൽ ആളുകളുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസും, നിങ്ങളത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇതിനു മുമ്പ് കുറേ പെൻഡിങ് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാങ്ക്
ഉദ്യോഗസ്ഥർക്കും അതൊരു ബാധ്യത തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവരിപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്ട്രിക്റ്റ് ആക്കി. ഇപ്പോൾ അതുകൊണ്ട് ഇമ്പേഴ്സ്മെൻറ്റ് മോഡലിലേക്ക് മൊത്തം മുദ്ര ലോണിനെ കൺവേർട്ട് ചെയ്തു. സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കാശ് തരും. നമുക്കിപ്പോൾ ഒരു മാനുഫാക്ചർ ആണെങ്കിൽ ഫർണിച്ചർ അല്ല അതിൻ്റെ ഒരു മെഷീൻസ് മേടിക്കുകയാണെങ്കിൽ അതിനുള്ള ബില്ലോ എന്തെങ്കിലും സമർപ്പിച്ചാൽ ആ പൈസ തരും. സമർപ്പിച്ചാൽ ആ പൈസ തരും. കാരണം ഈ പറഞ്ഞ പണത്തെ ഉണ്ടാക്കണം. ഇപ്പം മെഷീനറി മേടിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ആ മെഷീനറി അവർക്കായിരിക്കും പൈസ കൊടുക്കണം, നമുക്കായിരിക്കും. കൊട്ടേഷൻ വെക്കും, ആ കൊട്ടേഷൻ കമ്പനിക്കാർക്കായിരിക്കും പൈസ കൊടുക്കുക. ഒരു 20% താഴെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അത് നമ്മൾ ബാങ്കുമായിട്ട് ഇതിനു മുമ്പുള്ള ഡീല് എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. ഈ മറ്റ് ലോണുകളും മുദ്ര ലോണും തമ്മിലുള്ള ഒരു വ്യത്യാസം, അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നമ്മളിപ്പോൾ 7 ലക്ഷം രൂപ എനിക്ക് ബാങ്ക് തന്നാൽ എത്രയോ മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചടച്ചു തുടങ്ങിയത് അതും അതിൻ്റെ പലിശ കുറവാണ്. എന്താണ് അതിൻ്റെ ഒരു അങ്ങനെയില്ല, ഇതിന് പിറ്റേ മാസം മുതൽ നമ്മൾ അടച്ചു തുടങ്ങണം. എന്താണ് അപ്പോൾ കമ്പാരിറ്റീവ്ലി ഗുണങ്ങൾ എന്തൊക്കെയാണ്? പലിശ കുറവാണോ? ഇതിന് കൊളാട്രൽ ഫ്രീ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. 10 ലക്ഷം രൂപ വരെ. ഓ അപ്പോൾ എന്താണ് സമർപ്പിക്കുന്നത്? നമ്മൾ ആ പ്രൊജക്റ്റാണ് ശരിക്കും അതിന് ബാങ്കിന് കൊളാട്രലായിട്ട് കൊടുക്കുന്നത്. അതായത് മറ്റേതുപോലെ നമ്മൾ വീടിന്റെ ആധാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കണ്ട. പിന്നെ പ്രായം എനിക്ക് 40 വയസ്സ് വരെ കിട്ടുള്ളൂ അല്ല, അങ്ങനെ എന്തോ അല്ലേ? ലോൺ അടവ് 70 വയസ്സിന് മുമ്പ് തീരണം. അതാണ് ശരിക്കും ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് ഒരു കണക്ക്. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു മുദ്ര ലോൺ കൊടുക്കുന്ന ചെറുപ്പക്കാർ 40 താഴെയുള്ളവർക്കല്ലേ ഉള്ളൂ, അങ്ങനെയല്ലേ ഉള്ളൂ? 50 വയസ്സ് 60 വയസ്സ് വരെ കൊടുക്കുന്നുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ആ ബാങ്കുകാർ പലതും പല രീതിയിൽ പറയുന്നത് അവരൊരു ഉറപ്പുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം വെച്ചിട്ടില്ലേ പ്രായത്തിന് ഇത് വെച്ച്? ഗവൺമെന്റ് നിയമത്തിൽ 70 വയസ്സിന് മുമ്പ് ലോൺ അടച്ചു തീരാനുള്ള പ്രായം ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നാണ്. ഓ, അപ്പൊ 40 എന്ന് പറയുന്ന ഒരു സാധനം ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് ഒരു മൊത്തത്തിലുള്ള ഒരു പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ബാങ്കുകാർ അങ്ങനെ അസസ്മെന്റിലേക്ക് എത്തിപ്പെടാൻ നിർബന്ധിതനാവുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് പേര് തിരിച്ചടയ്ക്കാതെ ബാങ്കുകാർ. അതായത് നമ്മൾ പറയാറില്ലേ, മുമ്പ് ചെയ്തു വെച്ചവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളത് അനുഭവിക്കണമെന്ന്. അപ്പോൾ മുമ്പ് ഒത്തിരി ആളുകൾ അങ്ങനെ ഇതെല്ലാം ബാങ്ക് ലോൺ എടുത്ത് മനഃപൂർവ്വമായിട്ട്, ഇപ്പോൾ മകളുടെ കല്യാണം വരുന്നു, വീടൊന്ന് പുതുക്കി പണിയണം, അപ്പോൾ അതിനൊക്കെ ഒരു പ്രൊജക്റ്റൊക്കെ വെച്ചു, കാശുണ്ടാക്കി, കാശ് മേടിച്ചു, പിന്നെ തിരിച്ചടവ് കൈമടത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം ബാങ്കിൻ്റെ പണമാണ്, ബാങ്കും ബിസിനസ്സിന് വേണ്ടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ മുൻകാലങ്ങൾ ചെയ്ത് വെച്ചതിൻ്റെ പരിണിത ഫലമായി ഇതിനെ വീണ്ടും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില നിയമങ്ങൾ കടുപ്പിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 20 ലക്ഷം രൂപ വരെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ആദ്യമേ 20 ലക്ഷം കൊടുക്കുന്നില്ല. നിലവിൽ 10 ലക്ഷം എടുത്ത് അത് ക്ലിയർ ആണെന്ന് ഉറപ്പ് വന്ന കസ്റ്റമേഴ്സിന് വീണ്ടും ബാങ്ക് ഒരു എക്സ്റ്റൻഷനായിട്ട് 10 ലക്ഷം രൂപ കൂടി കൊടുക്കും. അങ്ങനെയാണ് മുദ്രയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. 12% വരെയാണ് അതിനൊരു പലിശ നിരക്ക്. 12% വരെ എടുക്കാം. 9 മുതൽ 12% വരെ പലിശ ഉണ്ട് മുദ്രയ്ക്ക് പലിശ ഉണ്ട്. സബ്സിഡി ഒന്നുമില്ല ഈ ലോണിന്. അപ്പോൾ ഒരു ആകെ ഉള്ളത് കൊളാട്രൽ ഫ്രീ ആയിട്ട് പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്. പലിശ കൂടുതലാണോ ഇതിന്? മുദ്ര ലോണിന് പലിശ കൂടുതലാണോ? 9-12 എല്ലാത്തിൻ്റെയും ഒരു പലിശ നിരക്ക്. അതിൽ ഏതാണെന്നുള്ളത് അതായത് ബാങ്കുകളാണ് തീരുമാനിക്കുക. അപ്പോൾ ഇതേപോലെ ഈ മുദ്ര ലോൺ വേണോ റിജക്ട് ചെയ്യണോ എന്ന് ബാങ്കിന് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ചോദ്യം ചെയ്യാൻ, ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം ഞാനൊരു ഇതിന് അപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ട് എനിക്ക് ഇന്ന ബാങ്കിൽ മുദ്ര ലോൺ എന്നെ റിജക്ട് ചെയ്താൽ എനിക്ക് വേറെ ഒരു രീതിയിൽ ഗവൺമെന്റിൽ ഏതെങ്കിലും ഇത് പരാതിപ്പെടാൻ പറ്റുമോ? ഞാൻ അർഹനാണെന്ന് കളക്ടറേറ്റിൽ നമുക്ക് പരാതിപ്പെടാം. ഓരോ ജില്ലയിലും കളക്ടറുടെ അണ്ടറിൽ ഇത്തരത്തിലുള്ള പരാതികൾ സ്വീകരിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ അർഹനാണ്, ജെന്യൂനാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോൺ കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ ബാങ്കുകാരും അവിടെ മറുപടി പറയണം. ഓരോ ജില്ലയിലും ഒരു നോഡൽ ബാങ്ക് ഉണ്ടാവും. എറണാകുളം ജില്ലയിൽ യൂണിയൻ ബാങ്കാണ് നോഡൽ ബാങ്ക്. വടക്കോട്ടുള്ള 7 ജില്ലകൾക്ക്, അങ്ങോട്ട് കാനറ ബാങ്കും അങ്ങനെയാണ്. അപ്പോൾ പ്രൈവറ്റ് ബാങ്ക് എല്ലാ ബാങ്കിലും കിട്ടും. അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്ക്സിന് മാത്രമേ ഉള്ളൂ? ഇപ്പം നിലവിൽ മുദ്ര കൊടുക്കുന്നത് SBI, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഈ 3 ബാങ്കുകളാണ് മുദ്ര ലോൺ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പ്രൈവറ്റ് ബാങ്കുകൾ ഇപ്പോൾ കൊടുക്കുന്നില്ല? ഇല്ല. ഓക്കെ. അത് ബാങ്കുകാർ തീരുമാനിക്കുന്നതാണോ? അപ്പോൾ അവർക്ക് തീരുമാനിക്കാൻ പറ്റും? അവർക്ക് തീരുമാനിക്കാം, അല്ലാതെ ഗവൺമെന്റിന് പ്രഷർ കൊടുക്കാൻ പറ്റില്ല. ഒരു ബാങ്കിന് അവർക്ക് സജസ്റ്റ് ചെയ്യാം. ഇതൊരു പാക്കേജാണ്. അവരുടെ ബിസിനസ് ഇത് വെച്ച് വർദ്ധിപ്പിക്കണം, ആ ബാങ്കുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അധികം ആളുകൾ വലിയ കോർപ്പറേറ്റ് ലോണുകളാണ് പല ബാങ്കുകളും കൊടുക്കുന്നത്. ചെറിയ ഇത്തരത്തിലുള്ള ലോണുകൾ കൊടുക്കില്ല. 1000 കോടി 10,000 കോടിയൊക്കെ ഒന്നിച്ച് കൊടുക്കുന്ന സംവിധാനത്തിലേക്കാണ്. ബാക്കിയെല്ലാം ഗോൾഡ് പണയവും അത് വസ്തു പണയവും അങ്ങനെയുള്ള അവർക്ക് ഇൻകം കിട്ടുന്ന ബിസിനസ്സാണ് മറ്റുള്ള ബാങ്കുകൾ ചെയ്യുന്നത്. ഈ അടുത്തൊരു കാര്യം വെച്ചപ്പോൾ ഞാനൊരു മുദ്ര ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ എനിക്ക് പ്രൊജക്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളെ അല്ല.
പക്ഷെ അതൊരു പ്രശ്നമല്ല. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകൾക്കല്ലേ ഇവർ കൊടുക്കുള്ളൂ. ഞാൻ അങ്ങനെ ഒരിക്കലും കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഒരു മുദ്ര ലോൺ ഒരിക്കൽ ചെന്നപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷത്തെ 2 വർഷത്തെ എന്തോ IT റിട്ടേൺ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമാണോ? ഇപ്പോഴും അത് ആവശ്യമാണോ? അത് ആവശ്യപ്പെട്ട് നമ്മൾ കൊടുക്കണം, കമ്പൾസറി ഇല്ല. അത് നമ്മുടെ ഒരു ഹിസ്റ്ററി അറിയാൻ വേണ്ടി മാത്രം, അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എന്തെങ്കിലും തരത്തിൽ പഠിക്കണമല്ലോ, പഠിക്കാനുള്ള ഒരു എന്തെങ്കിലും ടൂൾ നമുക്ക് കൊടുക്കണം അവർക്ക്. ഒന്നല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ITR ഫയലിംഗ് ആയിരിക്കും. നമ്മളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടൂളായിട്ട് അതിനെ കൂട്ടിയാൽ മതി. പിന്നെ വൺസ് ഞാനൊരു ബിസിനസ് മുമ്പ് ചെയ്ത് പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അത് പൂട്ടി കിട്ടിയ ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ഒരു മുദ്ര ലോൺ, വീണ്ടും മുദ്ര എടുത്ത വഴിയായിരിക്കില്ല, വേറെ വല്ല രീതിയിൽ ബിസിനസ് തുടങ്ങി പൊളിഞ്ഞു പോയതായിരിക്കും. അങ്ങനെയുള്ള ആൾക്ക് മുദ്ര ലോൺ കിട്ടാനുള്ള അങ്ങനെ ഒരു ഹിസ്റ്ററി നോക്കുന്നുണ്ട് ഗവൺമെന്റ്, ഒരു ഹിസ്റ്ററി നോക്കുമോ? അത് ശരിക്കും ഇപ്പോൾ ലോൺ എടുക്കാൻ വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇതിനു മുമ്പ് നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വിഷയമല്ല. കാരണം ബാങ്കുകാർ കാണുന്നത് ഇയാൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഫ്രഷേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ അന്ന് എന്തൊക്കെയാണോ പറ്റിയത് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും എന്നുള്ളൊരു ഉറപ്പും ഗൈഡൻസ് വരെ അവർ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപോകുന്നത്. അങ്ങനെയാണ്. പിന്നെ ഒരു തവണ ഒരിക്കലല്ലേ കിട്ടുള്ളൂ ലൈഫിൽ, ഒറ്റ തവണയല്ലേ മുദ്ര ലോൺ കിട്ടുള്ളൂ? അതെ അതെ അതെ, ഒരൊറ്റ ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. ഒറ്റ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നിലവിലുള്ളത്. കാരണം അങ്ങനെ രണ്ടാമത് എടുത്തവരുടെ എണ്ണം കുറവാണ്. അത് തന്നെ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരും ഇത് ഇട്ട് ഉപേക്ഷിക്കാൻ പോകുന്ന ആണ് അവസ്ഥ വരുന്നത്. പിന്നെ അടുത്തൊരു മെയിൻ സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ 20 ലക്ഷം വരെയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് 1 കോടി രൂപയാണ് ആവശ്യമുള്ളത്. 5 പേര് കൂടി ഇതിപ്പോൾ എല്ലാം പ്രൊപ്പറേറ്റർഷിപ്പ്, ഒരാ വ്യക്തിക്കല്ലേ കൊടുക്കുന്നത് മുദ്ര ലോൺ കൊടുക്കുന്നത്. 5 പേര് കൂടി ചേർന്ന് ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, പാർട്ട്ണർഷിപ്പും അതൊക്കെ ആണെങ്കിൽ 5 പേർക്കും കൂടി 20 ലക്ഷം തുടങ്ങി അങ്ങനെ 1 കോടി സ്വരൂപിക്കാൻ പറ്റുമോ? അങ്ങനെ സാധിക്കില്ല. 5 പേർക്ക് 5 യൂണിറ്റ് നിങ്ങൾ സെപ്പറേറ്റ് പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങിയിട്ട് 5 ബിസിനസ്സായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, 5 പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ പല അഗ്രിമെന്റും വെച്ചിട്ട് അത് വേറെ അഗ്രിമെന്റ് വെക്കുക, അത് വക്കീലുമായിട്ട് വേറെ അഗ്രിമെന്റ് വെക്കുക. ബിസിനസ് അഗ്രിമെന്റ് ഡീൽ ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ പ്രൊപ്പറേറ്റർഷിപ്പിനും സെപ്പറേറ്റ് പാൻ ഉണ്ട്, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേറെ മുദ്ര ലോൺ നമുക്ക് അപ്ലൈ ചെയ്യാം. മുദ്ര ഒരു വ്യക്തിക്ക് പ്രൊപ്പറേറ്റർക്കാണ് കൊടുക്കുന്നത്, പാർട്ട്ണർഷിപ്പിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ അങ്ങനെയല്ല കൊടുക്കുന്നത്. 5 പേര് കൂടി ചേർന്നിട്ടല്ല കൊടുക്കുന്നത്. 5 പേര് കൂടി ചേർന്നാൽ അതിന് നമുക്ക് പുതിയൊരു ബിസിനസ് വരുന്നു. ആ ബിസിനസ് പേര് ഒരു ബ്രാൻഡും വരുന്നു. ആ ബ്രാൻഡിനാണ് കൊടുക്കുന്നത്, അതിനാണ് കൊടുക്കുന്നത്, ആ ബിസിനസ്സിനാണ് കൊടുക്കുന്നത്. അതിനാണ് 20 ലക്ഷം രൂപ കൊടുക്കുന്നത്. 20 ലക്ഷം രൂപ. പിന്നെ ഈ പറഞ്ഞ IT റിട്ടേണിനെ കുറിച്ച് പറഞ്ഞ പോലെ പലർക്കും സംശയമുണ്ട്. ഇപ്പോൾ തൊഴിലില്ലാത്ത ഒരാളാണ്, എനിക്ക് പൈസയൊന്നും എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെയൊന്നും വരുന്നില്ല, ഞാൻ റിട്ടേൺ ഫയൽ, പക്ഷേ നില്ലാണെങ്കിലും റിട്ടേൺ ഒരു വ്യക്തി ഫയൽ, ഒരു ഇന്ത്യൻ പൗരൻ ഫയൽ ചെയ്യേണ്ടതല്ലേ? അതിന്റെ ഫയൽ ചെയ്താലുള്ള ഗുണങ്ങളും ചെയ്തില്ലെങ്കിലുള്ള ദോഷങ്ങളും എന്തൊക്കെയാണ്? ഫയൽ ചെയ്താൽ നമ്മളൊരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് വരും, നമുക്ക് നല്ലൊരു പഠനം നടത്താൻ പറ്റും. അതാണ് അതിൻ്റെ പ്രധാനം. നമുക്ക് നമ്മളെ കുറിച്ചിട്ടൊരു പഠനം നമ്മൾ തന്നെ നടത്തണമല്ലോ. പിന്നെ ഇങ്ങനെ വിദേശത്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകണമെങ്കിൽ പല വിദേശ രാജ്യങ്ങളും നമ്മുടെ IT റിട്ടേണിന്റെ ഡീറ്റെയിൽസ് സമർപ്പിച്ചാൽ മാത്രമേ വിസ പോലും കൊടുക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പോവുകയാണെങ്കിൽ. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതൊന്നും ഇല്ല എന്ന് നമുക്ക് നമ്മളെ പ്രൂവ് ചെയ്യുന്നതാണ് ശരിക്കും ഈ ITR റിട്ടേൺസ്. നമ്മളെല്ലാം ഗവൺമെൻറ്റിന് അനുസൃതമായിട്ടാണ് ഇവിടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മൾ പറഞ്ഞ IT റിട്ടേൺ ഫയൽ ചെയ്യണതിൻ്റെ ഗുണങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി അത് ഫയൽ ചെയ്തില്ലെങ്കിൽ ഉള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ദോഷങ്ങൾ എന്നൊന്നും പറയാനില്ല, കാരണം ചെയ്താൽ ഗുണം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾക്ക് നമ്മളെ കുറിച്ചിട്ടുള്ളൊരു ബോധ്യം കൂടി വരും. ഞാൻ എന്നൊരു വ്യക്തി, ഒരു യുവാവ് ഇത്രയും പഠിച്ചു, ഇത്രയും വളർന്നു, ഇത്ര വിദ്യാഭ്യാസം, എന്നിൽ നാട്ടുകാർക്കുള്ള പ്രതീക്ഷ, വീട്ടുകാർക്കുള്ള പ്രതീക്ഷ, അപ്പോൾ എൻ്റെ സ്വന്തം ബാലൻസ് ഇത്രയൊക്കെയാണ് ഉള്ളത്. സർക്കാരിന് എന്തെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ എനിക്ക് വരുമാനം ഉണ്ടാക്കിയിട്ട് വേണമല്ലോ. അത് അവനവൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്താൻ നല്ലതായിരിക്കും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലെ, പലവരുടെ വിചാരം ടാക്സ് അടയ്ക്കുന്നവർ മാത്രം ഫയൽ ചെയ്താൽ മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ നാട്ടിൽ. ശരിക്കും അങ്ങനെയല്ല, അത് 0 വരുമാനമാണെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പൗരാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ പൗരൻ്റെ കടമയും കൂടി നിർവഹിക്കണമല്ലോ. അതെ, അതിൻ്റെ ഭാഗമാണ് ITR ഫയൽ ചെയ്യേണ്ടത്. പക്ഷെ എന്നിട്ട് പോലും 140 കോടി ജനങ്ങളിൽ ഇന്ത്യയിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 7%, 8% പേര് മാത്രം, അല്ല 7 കോടിയോ 8 കോടിയോ, അതായത് 10% പേര് പോലും IT റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. അതായത് ഒരു 40% ദരിദ്രരെ മാറ്റി നിർത്തിയാൽ ബാക്കി ഒരു 60 കോടി കൂട്ടാം. 60 കോടി 10,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ, ഇന്ത്യൻ മഹാരാജ്യത്ത് അത്ര പോലും അതിൻ്റെ ഒരു 10% പേര് ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണത്? അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സത്യത്തിൽ നമ്മൾ 50 വർഷം കഴിഞ്ഞ
ഒരു രാജ്യം ഈ വക കാര്യങ്ങളിൽ ഇപ്പോഴും LKG UKG ആണ് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ. ഒന്ന്, പോലീസ് സ്റ്റേഷനും ബാങ്കും സർവ്വസാധാരണ ജനങ്ങൾക്ക് ഒരുപോലെ ഭീതിയാണ്. ബാങ്കിൽ പോകുക എന്നുള്ളത് പേടിയായിരുന്നു. ഇന്ന് ജൻധൻ യോജന വന്ന സമയത്ത് അക്കൗണ്ട് നമുക്ക് പുറകെ ഒന്ന് പിടിപ്പിച്ചാൽ പോലും ഇന്നത്തെ എത്ര ശതമാനം ആളുകൾ ഫ്രീ ആണെങ്കിൽ പോലും ഫ്രീ അക്കൗണ്ട് പറഞ്ഞിട്ട് പോലും തുടങ്ങിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ബാങ്കിൽ പോകുന്നത് ഒരു എബവ് ആവറേജുള്ള പണക്കാരുടെ മാത്രം ഒരു മേഖലയാണ് എന്നങ്ങ് ഉള്ളൊരു അലിഖിതമായ നിയമം പോലെ സ്വന്തമായിട്ട് ഒരു സ്ലേവ് മൈൻഡ് കൊണ്ടുകിടക്കുന്ന ഒരു മനോഭാവമാണ്. അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വന്നപ്പോഴാണ് ഇത്രയെങ്കിലും ഇത് വർദ്ധിച്ചത്. അപ്പോൾ ITR ഫയൽ ചെയ്തത് നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ ഇതിൻ്റെ ഗുണവും ഈ ITR ഫയൽ ചെയ്തത് മുഴുവൻ രാജ്യത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിലല്ല. MSME രജിസ്റ്റർ ചെയ്ത് ലോൺ എടുക്കാൻ നേരത്ത് ഇത് വേണമെന്ന് ബാങ്കുകാർ മാൻഡേറ്ററി പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്തതാണ്. അല്ലാണ്ട് രാജ്യത്തോട് പ്രതിബദ്ധത കുറച്ച് നികുതി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചതല്ല, ഗതിയില്ലാണ്ട് ചെയ്തു പോയതാണ്. പക്ഷേ ഇന്ന് പുതിയ ഒരു തലമുറ വരുമ്പോൾ ഇപ്പോഴത്തെ ഡിഗ്രി PG എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് കുറച്ചുകൂടി ഒരു നാഷണാലിറ്റി ഈ തരത്തിൽ പ്രാക്ടിക്കൽ ലെവലിൽ വരുന്നുണ്ട്. അത് വരും വർഷങ്ങളിൽ കൂടി വരും എന്നുള്ളതാണ്. അത് നമ്മൾ കാർഷിക രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ അതിൻ്റെ 2ാം സ്ഥാനത്തേക്ക് നമുക്ക് MSME പ്രൊജക്റ്റുകൾ കയറി കഴിഞ്ഞ ബഡ്ജറ്റിൽ. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാൾ പിടിച്ചു നിന്നത്. ഇനി കൃഷിയെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെ അതിനൊരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കൺവെർട്ട് ചെയ്തു. അവിടെ നിന്ന് എൻഡ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു ബിസിനസ് ലൈനിലേക്ക് ഓരോ പൗരനും വളർത്തിയെടുക്കുന്ന രീതി വരികയാണ്. അപ്പോൾ ഈ 7 കോടി ജനങ്ങൾ എന്നുള്ളത് ഒരുപക്ഷെ അടുത്ത 2 വർഷത്തിനുള്ളിൽ 15 കോടിയിലേക്കൊക്കെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് പോകാം. കാരണം നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി ഓരോ ഗ്രാമങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ഒരു കുട്ടി പോലും നമ്മുടെ കേരളത്തിലില്ല. ഏത് വനവാസി ഊരിലെ കുട്ടികളാണെങ്കിൽ പോലും മടി കൊണ്ട് മാറി നിന്നിട്ടുണ്ടാവാം നെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കേരളത്തിലെങ്ങും നെറ്റ് ഡാറ്റ കവറേജ് ഇല്ലാത്ത ഒരു സ്പേസ് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രതീക്ഷയായിട്ട് നമുക്ക് തന്നെ കാണാം. ഇപ്പോൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടോ? ഒരുപാട് സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? ഒരു 14ഓളം സംസ്ഥാനങ്ങളിൽ ഡീപ്പായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ IT റിട്ടേൺ ആയാലും ഈ പറയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പല ആനുകൂല്യങ്ങളും ഇവിടെ ബാങ്ക് വഴി വരുന്നുണ്ട്. ഈ പല പൊളിറ്റിക്കൽ ചിന്താഗതി ആളുകളുടെ ഈ പറഞ്ഞ പോലെ ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു വികസനമോ മാറ്റി നിർത്തി പൊളിറ്റിക്സ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പലതിനും എതിര് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. BJPയുടെ പല ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിൻ്റെ പല കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ പറയാം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല ഈ പറയുന്ന അവരുടെ പല കാര്യങ്ങൾ വേറെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മുടക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റു പാർട്ടികൾ മുടക്കുന്നത്, ഇത് കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാ സംസ്ഥാനങ്ങളിലും പൊതുവേ ഉണ്ടോ? ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരുവിധം സഞ്ചരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പൊളിറ്റിക്സിനെ മനസ്സിൽ മാറ്റി നിർത്തി വികസനത്തിനെ മുന്നിൽ നിർത്തി ഇന്ത്യൻ പൗരന്മാരായാലും അധികൃതരായാലും ഏത് ബാങ്കുകാരായിക്കോട്ടെ അതിലോട്ട് വരേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ ഒരു പൗരെന്ന രീതിയിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യവും നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇത് നല്ലൊരു ചോദ്യം തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പൊല്യൂഷൻ ശരിക്കും പൊളിറ്റിക്കൽ പൊല്യൂഷനാണ്. ശബ്ദ മലിനീകരണം, വായു മലിനീകരണം കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പരിഹരിക്കാം. പക്ഷേ പൊളിറ്റിക്കൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മൈൻഡ്, അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ MSME തന്നെ ഇത് കൊണ്ടുവന്ന ഗവൺമെൻറ് 2006 മൻമോഹൻ സിംഗ് ആണ്. ആ കൊണ്ടുവന്ന ഗവൺമെൻറ് പോലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. അപ്പോൾ പിന്നെ ആരാണെന്ന് ഉത്തരവാദി? മറ്റു പാർട്ടിക്കാരല്ലല്ലോ. ഇപ്പം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയിലുണ്ടെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന അതേ സാധനം അങ്ങനെ യൂണിവേഴ്സൽ ലെവലിൽ ഇപ്പോൾ ജൂൺ മാസം 27-ാം തീയതിയാണ് വേൾഡ് MSME ഡേ. മറ്റുള്ള എല്ലാ രാജ്യത്തും ആഘോഷിക്കപ്പെടുന്നുണ്ട്. അറിയുപോലുമില്ല. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്ന ഒരു ഡേറ്റ് കേൾക്കുന്നത് ജൂൺ 27-ാം തീയതി വേൾഡ് MSME ഡേ. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ അവധിയും സർവത്ര ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേ ആഘോഷിക്കുമ്പോൾ
ഈ പറഞ്ഞ സാധാരണക്കാരനിലേക്ക് എത്താൻ ഈ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ മൈലേജ് ആയിട്ട് പോകും. പിന്നീട് പല ഒരു ഇതിനിടയ്ക്ക് ചോദിക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ പല ഈ മുദ്ര ലോൺ പോലെ പല കാര്യങ്ങളുണ്ടല്ലോ. എൻ്റെ അടുത്ത് തന്നെ ബാങ്കിൽ, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ മോദി ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ, പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാത്തത് പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞ മോദി എന്ന് പറഞ്ഞാൽ BJP കാരനെ മാറ്റി അദ്ദേഹത്തിന് ഒരു പ്രൈം മിനിസ്റ്റർ കൊണ്ടുവരുന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷക്കാരനെ മാറ്റി ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ടോ, അതായത് പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റോ ആയിട്ടല്ല കാണുന്നത്. ഇവിടെ എല്ലാം പൊളിറ്റിക്സോ ആയിട്ടാണ് കാണുന്നത്. അത് ഞാൻ ചോദിച്ചാൽ അത് കേരളത്തിൽ മാത്രമാണോ എല്ലായിടത്തും അങ്ങനെയാണോ? അതാ ചോദിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും അങ്ങനെയാണ്. പണ്ട് E.K. നായനാർ പറഞ്ഞ പോലെ പട്ടിണിയും വിവരക്കേടുമാണ് പാർട്ടിയുടെ നിലനിൽപ്പെന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മതജാതി സംഘടനകളുടെയും അടിസ്ഥാനം അതാണ്. അവരവരെ അണികളെ പട്ടിണിയും വിവരക്കേടും മാറാതെ കൊണ്ടു നടക്കണം, എങ്കിലാണ് കൊടി പിടിക്കാനും ജയ് വിളിക്കാനും ആളെ കൂടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കളം എല്ലാവരും ക്രിയേറ്റ് ചെയ്യും, സ്വാഭാവികം. പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചത് ഇവിടെ കേരളത്തിലാണ് K-SWIFT എന്നൊരു സംവിധാനം കൊണ്ടുവന്നു. അതിൻ്റെ പിന്നിൽ എന്ത് ചേതോവികാരമാണെങ്കിലും ആ സ്വിഫ്റ്റ് അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് തന്നെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എല്ലാവിധ തടസ്സം മാറിയിട്ട് ഡയറക്റ്റ് ഒരാളും പിന്നെ നമ്മളെ ചോദ്യം ചെയ്യില്ല. പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് എവിടെ, FSSI എവിടെ, ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ ബാങ്ക് ലോണും കിട്ടും K-SWIFTൻ്റെ ഇതുണ്ടെങ്കിൽ, ബാക്കി എല്ലാ മാനദണ്ഡങ്ങളും മാറ്റി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. ഈ പറഞ്ഞാൽ പൊളിറ്റിക്സിൽ നിന്ന് അതീതമായ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി നമ്മുടെ ഓഫീസുകളിൽ വരണം. അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണമാണ് നിങ്ങൾ ആദ്യം പറഞ്ഞ 7 കോടി ജനങ്ങളെല്ലാം ITR ഫയൽ ചെയ്തതും. ഇന്ന് കേരളത്തിൽ 7 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ MSME രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉദ്യമ രജിസ്ട്രേഷൻ ചെയ്ത് മുന്നോട്ട് വരുന്നത് ഈ ന്യൂജൻ ഓഫീസേഴ്സിൻ്റെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. പൊളിറ്റിക്സിനെ മാറ്റി രാജ്യത്തെ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനോട് ഒരു കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് 5 ലക്ഷം ആളുകളാണ് നമുക്ക് ഒരു വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. കേരളത്തെ സംബന്ധിച്ച് 5 ലക്ഷം പുതിയ വേക്കൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാകണം. അതാണ് അതുവരെയുള്ള പ്രായമായ ബിസിനസ് ലോകത്തിൻ്റെ ഒരു കടമ. അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോൾ അവരിലേക്ക് ഈ വിത്തൗട്ട് പൊളിറ്റിക്സ് ഇറങ്ങി തിരിക്കാനുള്ള സോഴ്സ്. അപ്പം അതുകൊണ്ടൊന്ന് കേരളത്തിൽ പല ആളുകൾക്കും ആശങ്കകളാണ്. കേരളം വിട്ടുപോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ 6 ലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് പോയത്. അതിൽ 1 ലക്ഷം പേര് കേരളത്തിൽ നിന്ന് മാത്രമാണ്. 150 കോടി ജനങ്ങളിൽ 6 ലക്ഷവും 3 കോടി ജനങ്ങളിൽ 1 ലക്ഷം എന്ന് പറയുമ്പോൾ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ഒത്തിരി ആശങ്കകൾ കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു ആശങ്ക ഉദ്യോഗസ്ഥർ ലെവലിലുള്ളവരുടെ ആ പൊളിറ്റിക്കൽ മാലിന്യ നിർമ്മാർജ്ജനം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയും കുറേ ഉണ്ട്, ഇതൊരു വൈഡായിട്ടുള്ള കിടക്കുന്ന ഒരു ടോപ്പിക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ മെയിൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു വർഷം ശരിക്കും തുടങ്ങിയിട്ടുള്ളൂ. ഫിനാൻഷ്യൽ ഇയർ അല്ലാതെ നമ്മളിപ്പോൾ 2026 തുടങ്ങിയിട്ടുള്ളൂ. എന്താണ് ഇനിയിപ്പോൾ ഈ ഒരു അടുത്തൊരു ഈ വർഷം ആകുമ്പോഴേക്കും കേരളത്തിലെ ഒരു മാറ്റം എന്തായിരിക്കും? ഇനിയിപ്പോൾ ഈ MSME ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്ന എന്താണ്? MSME മേഖലയിൽ ഇപ്പോൾ നമ്മളുടെ ഇൻഡസ് ഗ്രോ എന്ന NGOയ്ക്ക് ഇപ്പോൾ 470 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ളവരുണ്ട്, 1.5 കോടിയിൽ ടേൺ ഓവർ ഉള്ളവരുണ്ട്, 12 കോടി ടേൺ ഓവർ ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി മെമ്പേഴ്സ് വന്നാൽ ഒരു മിനിമം 1 കോടി ടേൺ ഓവറുള്ള ഒരു 100 പേരെങ്കിലും നമ്മുടെ ട്രെയിനിങ്ങിലൂടെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ NGOയുടെ ഒരു ഫോക്കസ്. നമുക്ക് 4 കേന്ദ്രങ്ങളിൽ അതിൻ്റെ കൃത്യമായ യൂണിറ്റും ട്രെയിനിങ്ങുകളും മന്ത്ലി ട്രെയിനിങ്ങുകളും നടന്നു വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഹസിൽ ഫ്രീ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷനോ ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങലോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. എല്ലാ കാര്യം ഒരു പാൻ കാർഡും ഒരു ആധാറും ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരന് കേരളത്തിൽ തുടങ്ങാൻ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉൾപ്പെടെ അതിന് 42ഓളം ലൈസൻസുകളും ഈ ചവിട്ടുപടികളും ഉണ്ട്. എല്ലാവർക്കും എല്ലാം ആവശ്യമാണെന്നില്ല. അതെല്ലാ കാര്യം ബ്രാൻഡിങ് ഉൾപ്പെടെ നമുക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ ആളുകൾ ഇൻഡസ് ഗ്രോയിലെ മെമ്പേഴ്സ് തന്നെ സർവീസ് സെക്ടറിലുള്ളവരുണ്ട്. മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയാണ്. അതെ, പ്രതീക്ഷയാണ്. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ട്രെയിനേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് തന്നെ.
ശരി. എന്തായാലും താങ്ക് യു. സന്തോഷം.